CPIM സംസ്ഥാന സമിതിയിൽ ധനവകുപ്പിന് വിമർശനം. പെൻഷനും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളും മുടങ്ങിയത് ഒഴിവാക്കണമായിരുന്നു. സർക്കാരിന്റെ മുൻഗണന എന്തെന്ന് നിശ്ചയിക്കണം. ഈഴവ സമുദായം CPIMൽ നിന്ന് അകന്നു എന്നും സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നു. റിനു ശ്രീധർ ചേരുകയാണ് വിവരങ്ങളുമായി. റിനു, ഈ CPIM സംസ്ഥാന സമിതിയിൽ ധനവകുപ്പിന് നേരെ എന്തെല്ലാം വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്? അൻസു, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കനത്ത പരാജയമാണ് CPIMന് ഉണ്ടായത്. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 5 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നത്. ഇന്നലെയും ഇന്നുമായി ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഉയർന്നത് എന്നുള്ളത് നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ്. ഇന്ന് 2ാം ദിവസമായ ഇന്നത്തെ ചർച്ചയിലും വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. CPIM സംസ്ഥാന സമിതിയിൽ ധനവകുപ്പിനാണ് രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉയർന്നത്. കാരണം പെൻഷനും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ മുടങ്ങിയതും കനത്ത പരാജയം നേരിട്ടതിനൊരു കാരണമായിരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും ഒപ്പം CPIM കണ്ടെത്തിയിരുന്നത്. സർക്കാരിന്റെ മുൻഗണന നിശ്ചയിക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. സർക്കാരിന്റെ മുൻഗണന എന്തെന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ ജനവിശ്വാസം തിരിച്ചുപിടിക്കുവാൻ കഴിയൂ എന്നുള്ളൊരു നിർദ്ദേശവും സംസ്ഥാന സമിതി അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രിക്കെതിരായി ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ ഉയർന്നു വന്ന വിമർശനങ്ങളെ അവഗണിക്കരുത്, അത് തിരുത്തി മുന്നോട്ട് പോകണം. ഒപ്പം ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബമടക്കം പ്രചാരണത്തിനിറങ്ങിയത് തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒപ്പം തിരുത്തൽ നടപടിയിൽ എന്നാൽ വിശദമായിട്ടുള്ള ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാർഗരേഖ തയ്യാറാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നടന്ന ചർച്ചയ്ക്ക് മറുപടി നൽകും. സർക്കാരിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും നടന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകും എന്നുള്ളതാണ്. നാളെയാണ് 5 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന സമിതി യോഗവും അവസാനിക്കുന്നത്. അൻസു, ശരി, വ്യക്തമാണ്. CPIM സംസ്ഥാന സമിതിയിൽ ധനവകുപ്പിന് വിമർശനം. പെൻഷനും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളും മുടങ്ങിയത് ഒഴിവാക്കണമായിരുന്നു. സർക്കാരിന്റെ മുൻഗണന എന്തെന്ന് നിശ്ചയിക്കണമെന്നും വിമർശനം ഉയരുകയാണ്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.